Hi all, good evening. Hello. Good evening all. Hello, Good am I evening. audible? Okay, good evening. സ്റ്റുഡൻസ് ആർക്കും ഒരു ഉഷാറ് പോരല്ലോ. ആ മ്യൂട്ട് ഒന്ന് ഓൺ ചെയ്തിട്ടേ എല്ലാരും ഒന്ന് ഗുഡ് ഈവനിങ് പറഞ്ഞേ. ഹലോ. Good evening, Miss. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷനിലേക്കാണ് കേട്ടോ കടക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുക, സെഷൻസ് വളരെ എൻജോയ് ചെയ്യുക. അപ്പോ സ്റ്റുഡൻസ് ഓരോരുത്തരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 8:30 ആണ് ടൈം പറഞ്ഞിട്ടുള്ളത്. 8:31 ആയി. ഓക്കെ, നമ്മുടെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മഞ്ജുഷ എന്നാണ്. ക്യുനൈസ് അക്കാഡമിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് ആണ്. സോ നിങ്ങൾ ഓരോരുത്തരും ഇന്നൊരു ക്ലാസ് ഇത്രയും ഒരു നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്ത് ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ അക്കാഡമിയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം, നിങ്ങളെല്ലാവരും ക്യുനൈറ്റ്സ് അക്കാഡമിയെ കുറിച്ച് അറിഞ്ഞിട്ട് ഇനി ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ ക്യുനൈറ്റ്സ് അക്കാഡമി എന്നുള്ളത് 5 ഇയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു അക്കാഡമിയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 100+ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 1000+ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച എക്സ്പീരിയൻസും ടോപ്പ് മോസ്റ്റ് പോളിടെക്നിക്സിനെ ഇന്റേൺഷിപ്പ് കൊടുത്തൊരു എക്സ്പീരിയൻസ് കൂടിയുള്ള ഒരു കമ്പനിയാണ് ക്യുനൈറ്റ്സ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ മുഹമ്മദ് റിഷാൻ സാറാണ്. അപ്പോൾ റിഷാൻ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യുനൈറ്റ്സ് അക്കാഡമിയുടെ ഫൗണ്ടർ കൂടിയാണ് ആള് ഓൾമോസ്റ്റ് നിങ്ങളെ പോലെ തന്നെ പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. സോ ഇന്ന് സർ നമ്മുടെ ക്യുനൈറ്റ്സ് അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആയിട്ടാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. സോ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ സാറിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. റിഷാൻ സർ പ്ലീസ്. Yeah, thank you, Manjusha. Thank you all for joining here. I think few of them are here. 20 participants ഉള്ളൂ. കുറച്ച് പേരും കൂടി ജോയിൻ ചെയ്യാനില്ലേ? റൈറ്റ്, ആണല്ലോ അല്ലേ അക്കൗണ്ട്? നമ്മുടെ ഇതിൽ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. കാരണം അത് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അറ്റൻഡൻസ് നമ്മുടെ റിപ്പോർട്ട്സിനെയും എല്ലാത്തിനും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, few of them are here to join. ഓക്കെ, വെയിറ്റ് ചെയ്യണോ? ലൈക്ക് സർ ഒരു 2 സെക്കൻഡ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കൂടെ? സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരു 8:35 8:36 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാ, പിന്നെ നിങ്ങളെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്തും എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. മഞ്ജുഷ മാം ഗ്രൂപ്പിലും ഒന്ന് മെൻഷൻ ചെയ്തോളൂ. ക്ലാസ് സ്റ്റാർട്ട്. ഓക്കെ, സോ ദാറ്റ് ചിലപ്പം മേ ബി ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ജീവ പറയൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിത്തിങ്? ഓക്കെ, വെൽക്കം അനസ്. വെൽക്കം അനസ്. എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ അവിടെ ഹോസ്റ്റലിൽ ആരെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടോ? ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് മഞ്ചേരി പോളിയിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വജീഹ് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. എത്ര പേര് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നുണ്ട്? അതോ എല്ലാവരും മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണോ? വജീഹിന്റെ വീട് എവിടെയാ? കോഴിക്കോടാണ്. ഓക്കെ,
അരീക്കോടാണ്. ഓക്കെ. വജീഹ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്? ഓഡിബിൾ അല്ല വജി? അല്ല, പോയി പറയാണ്. ഓക്കെ ഓക്കെ ഫൈൻ. - 34 ആയിട്ടുള്ളൂ കൗണ്ട്. ഫ്യൂ ഓഫ് ദം. ഓക്കെ. എത്ര പേര് ഇതിൽ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്? ജസ്റ്റ് ടൈപ്പ് സി ഇൻ ദ കമന്റ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വന്നവർ സി എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അതേപോലെ ബയോളജി സയൻസ് കഴിഞ്ഞിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ബി എന്നും കമന്റ് ചെയ്യാം കേട്ടോ ചാറ്റ് ബോക്സിൽ. Yeah, biology. Yeah, thank you, Roshan. Thank you, Nafi. Others? Biology, computer, humanities. Yeah, വേറെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്തോളൂ കേട്ടോ. നോട്ട് ഓൺലി കമ്പ്യൂട്ടർ ആൻഡ് ബയോളജി. കമ്പ്യൂട്ടർ, പിന്നെ ബയോളജി. ഓക്കെ. ബയോളജി. അതേഴ്സ്? കൊമേഴ്സ് ഉണ്ട്. ഓക്കെ. കമ്പ്യൂട്ടർ ഉണ്ട്. ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ. ഓക്കെ. പിന്നെ THSLC ഉണ്ട് അല്ലേ? ഓക്കെ. കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ. ഓക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രം ദ ബിഗിനിങ് പഠിച്ചു തുടങ്ങാന്നുള്ളതാണ്. ഓക്കെ. അപ്പം ടൈം 8:38 ആയി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്റെ സ്ക്രീന് വിസിബിൾ ആണല്ലോ അല്ലെ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? ഒന്ന് പറയാ അല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാ. സ്ക്രീനും ഓഡിയോയും പെർഫെക്റ്റ് അല്ലേ എന്നുള്ള ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാം. ടീം ക്യൂനൈറ്റ്സ് ഓർ ഫ്രം ദ സൈഡ് ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞോളൂ. വിസിബിൾ അല്ലേ? ഞാൻ ചാറ്റ് കാണുന്നില്ല കേട്ടോ. ഓക്കെ ആണ്, ഫൈൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വീക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. കാരണം ഇതിൽ 3 വീക്ക് ഡേറ്റ് കാണിക്കും വേണം നിങ്ങളെ ഇന്റേൺഷിപ്പിൽ. അത് മാൻഡേറ്ററി ആണ്. അപ്പം നമ്മളിന്ന് കുറെ ടെക്നിക്കല് സംഭവങ്ങൾ, കുറെ റോക്കറ്റ് സയൻസ് എടുത്ത് പോവാന്നുള്ളതല്ല. അതായത് നിങ്ങൾക്ക് പിന്നെ ബേസിക് ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ, ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇതിലിപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലേ? അതോ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്? എങ്ങനെയാണ്? ഇൻസ്ട്രുമെന്റേഷൻ മാത്രമേ ഉള്ളൂ? ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലേ? അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. നിങ്ങൾ എന്തിനാ ഈ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്തേ? അത് മാത്രമേ ഉള്ളൂ? ഓക്കെ. ഇൻസ്ട്രുമെന്റേഷൻ നിങ്ങൾ എന്തിനാ എടുത്തത്? ലൈക്ക് ഈ ഇൻസ്ട്രുമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ജോബ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം? അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താണ് ലൈക്ക് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ മെക്കാനിക്കൽ ഉണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞാൽ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ? കുറച്ച് പൊസിഷൻസ് ഉണ്ട്. അറിയില്ല, അഫ്ലൈൻ അറിയില്ല. ഓക്കെ. അങ്ങനെ ധാരണ എല്ലാ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാം ധാരണ എല്ലാ ആളുകള് ചിലപ്പം കുറവായിരിക്കും. ലൈക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെ നിങ്ങൾ അറിയണുണ്ടാവും റെയർ കേസിൽ.
HOD ഇത് എടുക്കാൻ പറഞ്ഞു, അങ്ങനെയാണോ? HOD ആവാൻ പറ്റും എന്നുള്ളതാണോ? എന്താണ് ഉദ്ദേശിച്ചത് റോഷൻ? HOD നല്ലതാണെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഫൈൻ. ഓട്ടോമേഷന് കാലിബ്രേഷൻ, യെസ്, പെർഫെക്റ്റ്. യാ, ഒരു ക്ലാപ്പ് കൊടുത്തേ ഫഹമിദക്ക് എല്ലാരും. യാ, ഓട്ടോമേഷൻ, കാലിബ്രേഷൻ, സെൻസേഴ്സ്, ഇന്റഗ്രേഷൻ, ഇന്റർഫേസിങ്, അങ്ങനത്തെ കുറെ ഒരു ജോബ് റോൾസ് അല്ലെങ്കിൽ ടാസ്കുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അല്ലെ. അപ്പം ഓട്ടോമേഷന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ദുബായിൽ നിന്ന് ഓട്ടോമേഷൻ സർട്ടിഫൈഡ് ആണ്, കൺട്രോൾ 4ന്റെ ഹോം ഓട്ടോമേഷൻ സർട്ടിഫൈഡ് ആണ്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, 2 പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, അപ്പം ഇപ്പൊ ഇത് കഴിഞ്ഞാലേ ജനറലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് IT ബാക്ക്ഗ്രൗണ്ട് ആണ്. വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ IT നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് അല്ല IT ബാക്ക്ഗ്രൗണ്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ ഉള്ളതാണ് ഇപ്പൊ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ പ്രീസെയിൽ എഞ്ചിനീയർ, കൊട്ടേഷൻ ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്യുക. ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ സർക്യൂട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓഫീസിക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജനറലി ഉള്ളതാണ്. ഇൻസ്ട്രുമെന്റേഷന്റെ സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാലിബ്രേഷൻ സംഭവങ്ങൾ ഉണ്ടാവും. ഓരോ സെൻസേഴ്സ് ഡിവൈസ് ഒക്കെ കാലിബ്രേറ്റ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, അതിന്റെ എന്താ പറയാ അറ്റൻഡേഷൻ കുറക്കുക, ഗെയിന് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇത് ഞാൻ ചിലപ്പോൾ ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളത് പെർഫെക്റ്റ് ആക്കിയിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഓട്ടോമേഷന്റെ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഹോം ഓട്ടോമേഷൻ വേറെ തന്നെയാണ്, പിന്നെ അതേപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വേറെയാണ്. ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാല് അതന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈക്ക് വയേർഡും ഉണ്ട് വയർലെസ്സും ഉണ്ട്. വയേർഡ് എന്ന് പറയുന്നത് പിന്നെ KNX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ വയർലെസ് ഒരുപാടുണ്ട്, RF ഫ്രീക്വൻസി വെച്ചിങ്ങാണ്ട് വൈഫൈ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അത് വേറെ തന്നെയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിഹൗ മെയിൻലി എനിക്ക് പറയാനുള്ളത് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് നമ്മളെ ഈ പറയുന്ന എന്താ പറയാ നമുക്കുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർക്കുള്ള എനിക്കറിയുന്ന ഓപ്പർച്യൂണിറ്റീസ്. വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. എനിക്കറിയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെയാണ്. പിന്നെ കോമൺലി ആയിട്ട് ഇപ്പം ഗവൺമെന്റ് സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിലൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് നമ്മളെ ടോപ്പിക്ക് തിരിച്ചു വരാം. നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്നത് IoT ഓട്ടോമേഷൻ, ഈ പറഞ്ഞ ഓട്ടോമേഷൻ, പിന്നെ അതേപോലെ തന്നെ റോബോട്ടിക്സ്, ഈ സംഭവങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ബ്രീഫ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്ക് ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഒരു ധാരണ വേണം, ഇലക്ട്രോണിക്സ് കോഡിംഗിൽ ഒരു ധാരണ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇൻസ്ട്രുമെന്റേഷന്റെ ധാരണ, എംബഡഡ് സിസ്റ്റത്തിന്റെ ഒരു ധാരണ, AIന്റെ ഒരു ഫണ്ടമെന്റല്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, നമ്മൾ ഇതിൽ പറയുന്നത് ആദ്യം കുറച്ചൊരു തിയറി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷനിൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണൻസ്, അത് പ്രൊജക്ട് ബേസ് ചെയ്ത് മാത്രമായിട്ട് നമ്മൾ പറയുന്നത്. ലൈക്ക് നിങ്ങൾ വെറുതെ നമ്മുടെ സംഭവങ്ങളല്ല, പ്രൊജക്ട് ബേസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളത് പഠിക്കും, അതിന്റെ അപ്ലിക്കേഷൻസ് പഠിക്കും. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്, അതിന്റെ കോഡിങ് മുതൽ ഈ സർക്യൂട്ടിന്റെ കാര്യങ്ങൾ, അതിന്റെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് ചെയ്യും, ലൈൻ ഫോളോയിങ് റോബോട്ട് ചെയ്യും, ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ട് ചെയ്യും, പിന്നെ ഹ്യൂമനോയിഡ് റോബോട്ട് വരും. ഇതൊക്കെയാണ് റോബോട്ടിക്സിൽ കവർ ചെയ്യുക. IoTയിൽ ഹോം ഓട്ടോമേഷന്, പിന്നെ അതേപോലെ തന്നെ ബ്ലിങ്കിങ്, കൈനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇതിനകത്ത്. പിന്നെ AI ടൂൾസ് പഠിക്കാൻ എങ്ങനെ യൂസ് ചെയ്യാം, ജോബിന് എങ്ങനെ യൂസ് ചെയ്യാം, AI വെച്ചിങ്ങാണ്ട്, പിന്നെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താൽ, സഹകരിച്ച് കഴിഞ്ഞാൽ കുറെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കുറെ പോർഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ്.
അപ്പോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ റോബോട്ടിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു തിയറി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പ്രാക്ടിക്കൽക്ക് കിടക്കൂട്ടോ നമ്മള്. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളതാണ്. റോബോട്ട എന്നുള്ള ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് എന്താ പറയുന്നത്, അതായത് ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോബോട്ട് എന്ന് പറഞ്ഞ ഒരു മെഷീന്, അത് മനുഷ്യന്മാരെ വർക്ക് ചെയ്യണ, മനുഷ്യന്മാരെ അപ്ലിക്കേഷൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു റോബോട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഒരു ഹണി ബീന്റെ അത്ര സൈസുള്ള റോബോട്ടും ഉണ്ട്, റോബോട്ടിക് ഷിപ്പ് വെസൽ എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും സൈസുള്ള, അത് 200 മീറ്റർ ലോങ് ഉള്ള, എന്താ പറയാ, ഒരു ഷിപ്പിന്റെ സൈസുള്ള അത്രയും വലുപ്പമുള്ള റോബോട്ടും മാർക്കറ്റിലുണ്ട്. അപ്പൊ 2005 90% റോബോട്ടുകളും എന്തിനായിരുന്നു ഉണ്ടായിരുന്നത്, കാറുകൾ ഉണ്ടാക്കാനായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? കാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പിക്ക് ആൻഡ് പ്ലേസ് ടൈപ്പ് റോബോട്ട്. ആ റോബോട്ട് ആയിരുന്നു 90% 2005 ഉണ്ട്. പക്ഷെ ഇപ്പോ നമ്മള് എന്താ പറയാ, നമ്മള് ഓപ്പറേഷൻ ചെയ്യാൻ വരെ റെഡ് ബ്ലഡ് സെല്ല്, അതായത് നമ്മളെ ബ്ലഡ് സെല്ലിൽ കൂടി വെസൽസ് കൂടി പാസ് ചെയ്തുകൊണ്ട് നാനോ ബോർഡ്സ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വരെയുള്ള റോബോട്ട്സ് അവൈലബിൾ ആണ്. മാത്രല്ല റീപ്രൊഡക്റ്റീവ് ബോർഡ്സുകൾ, അതായത് ബോർഡ്സ് വെച്ചുകൊണ്ട് മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന റോബോട്ടുകൾ വരെ ഇപ്പം മാർക്കറ്റിൽ അതിന്റെ ഡിസ്കഷനും റിസർച്ചസും ഔട്ടിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നുള്ള ഏറ്റവും കൂടുതൽ റോബോട്ട്സ് യൂസ് ചെയ്യുന്നത് മിലിറ്ററിയിലാണ്. മിലിറ്ററിയിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഈ പറയുന്ന പോലെ എന്താ പറയാ, ഡ്രോണ്, മിലിറ്ററി ഡ്രോണ്, കാറുകള്, അതേപോലെ സെക്യൂരിറ്റി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റോബോട്ട് കണ്ടോ, നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന 0.2 mm വരെയുള്ള അതിന്റെ സൈസ് വരുന്നത്. ഓക്കെ, അപ്പം പിന്നെ അതേപോലെ 200 മീറ്റർ ലോങ് ഉള്ള റോബോട്ടിക് ഷിപ്പ് വെസലും മാർക്കറ്റിലുണ്ട്. അപ്പം ഡിഫറെന്റ് അപ്ലിക്കേഷൻസിന് റോബോട്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇതാണ് നമ്മളെ കോർ പാർട്ട്. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രോണിക്സിലെ കോർ സാധനമാണ്. അതായത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് എന്ത്, CPU അല്ലെ? നിങ്ങളെ ബ്രെയിൻ ആണ് എന്ത്, നിങ്ങളെ ബ്രെയിൻ എന്താണ്, അതിനെന്താ പറയാ? എല്ലാരും ജോയിൻ ആയോ? ഇവിടെ എത്ര പേരുണ്ട് ഇപ്പൊ കൗണ്ട് പാർട്ടിസിപ്പൻസ്? എല്ലാരും ജോയിൻ ആയിട്ടുണ്ടല്ലോ. ഇതിൽ 28ഉം അറൌണ്ട് 35 സ്റ്റുഡൻസ് ഉള്ളല്ലോ. ഒരു 5-6 പേര് ജോയിൻ ആയിട്ടില്ല. അപ്പൊ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണെന്നുള്ള എല്ലാവരുടെ അടുത്തൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷന്റെ കോർ പാർട്ടാണ് എന്ത്, അതിന്റെ ബ്രെയിൻ ആണ് ഈ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ഫസ്റ്റ് വരുന്നത് ആർഡിനോ ബോർഡ്. ഇതിലായിരിക്കും നമ്മൾ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഈ ബോർഡ് യൂസ് ചെയ്തിട്ടാണ്, ഇതിൽ പ്രോഗ്രാം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മിനി പ്രൊജക്ട് ചെയ്യേണ്ടതും ഫൈനൽ പ്രൊജക്റ്റുകളൊക്കെ ഇതിലാണ് ചെയ്യുക. രണ്ടാമതുള്ളത് നോഡ് MCU. നോഡ് MCU എന്ന് പറയുന്നത് ESP8266 എന്ന് പറയുന്ന പിന്നെ IoT, അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഓട്ടോമേഷൻ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി. അപ്പം പിന്നുള്ളത് ഈ മൂന്നാമത്തത് എന്ന് പറയുന്നത് പിക്ക് കൺട്രോളർ ആണ്. പിക്ക് കൺട്രോളർ ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങളെ ഫോണിനകത്ത് മുന്നേ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ARM32, ARM64 എന്നൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? അതൊക്കെ ഈ പ്രൊസസ്സേഴ്സിന്റെ ഒരു വേറെ വേർഷൻ ആണ്. അതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പഠിക്കും കേട്ടോ. ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ആർഡിനോ മൈക്രോ കൺട്രോളർ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പിന്നെ IC യുടെ പേരാണ് Atmega 328P എന്ന് പറയുന്നത്. അതിനകത്ത്
6 അനലോഗ് പിൻസ് ആണ് ഉണ്ടാവുക. ഈ അനലോഗ് പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനലോഗ് സിഗ്നൽ കൊടുക്കുമ്പോൾ അനലോഗ് പിൻസിൽ യൂസ് ചെയ്യും. ഡിജിറ്റൽ പിൻസ് എന്ന് പറയുന്നത് 0 to 13 വരെ 14 പിൻസ് ആണ് ഉണ്ടാവുക. അത് ഡിജിറ്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും പിന്നെ പിന്നുകളാണ് അതിനകത്തുള്ളത്. പിന്നെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് പവർ ചെയ്യാൻ പവർ ജാക്ക് ഉണ്ടാവും. അങ്ങനെ കുറെ എന്തുണ്ട് പിന്നെ പിൻസും എല്ലാം കൂടിയിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് പ്രോഗ്രാം ചെയ്യേണ്ട പിന്നെ ഫീമെയിൽ കണക്ടറും അതിനകത്തുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിന്നെ ഹാൻഡ്സ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓക്കെ, രണ്ടാമത്തത് ഈ പറയുന്ന ഫസ്റ്റത്തെ മൈക്രോ കൺട്രോളറിന് കൂടെ ഒരു വൈഫൈയും കൂടെ ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതിൽ നിങ്ങൾക്ക് ആ വൈഫൈനെ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം, വൈഫൈ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇന്റർഫേസ് ചെയ്തിരിക്കുന്ന സെൻസേഴ്സിനൊക്കെ നിങ്ങൾക്ക് IoT ആയിട്ടും ഓട്ടോമേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത് വരുന്ന നോഡ് MCU പ്രോസസ്സർ എന്ന് പറയുന്നത്, മൈക്രോ കൺട്രോളർ കേട്ടോ, പ്രൊസസ്സർ അല്ല മൈക്രോ കൺട്രോളർ. അപ്പം പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന പിക്ക് കൺട്രോളർ ആണ്. ഇതും ഇൻഡസ്ട്രി പർപ്പസ് സ്റ്റാൻഡേർഡ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള കൺട്രോളർ ഉണ്ടല്ലോ, ആർഡിനോ കൺട്രോളർ, അതിനെ ഒരു പ്രൊജക്ട് പർപ്പസിന് വേണ്ടിയാണ് നമ്മളെ രീതിക്ക് പിന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ആർഡിനോ കൺട്രോളർ. PCB ബോർഡിൽ നമുക്ക് പിന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ പിന്നെ എന്താ പറയാ കുറെ സീരീസ് ഉണ്ട്. ആർഡിനോ സീരീസ്, ആർഡിനോ നാനോ ഉണ്ട്, ആർഡിനോ നാനോ ഉണ്ട്, ആർഡിനോ യുനോ ഉണ്ട്, ആർഡിനോ മെഗ ഉണ്ട്. ഇതിന് പിന്നിന്റെ സൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് ഈ പറയുന്ന കൺട്രോളേഴ്സ് വേരി ചെയ്യും. ആർഡിനോയിൽ 14 ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്. അതൊക്കെ എന്തിനാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. USB കണക്ഷൻ ഉണ്ട്, പവർ ജാക്ക് ഉണ്ട്, ICSP ഹെഡർ ഉണ്ട്. അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസും ഉണ്ട്. ഡിജിറ്റൽ പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 13 വരെയുള്ളത് ഡിജിറ്റൽ പിൻസും A0 മുതൽ A5 വരെയുള്ളത് അനലോഗ് പിൻസുമാണ്. അപ്പം അതിൽ അനലോഗ് പിൻസ് ഉണ്ട്, ഡിജിറ്റൽ പിൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെയോ കണക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഒരു മൈക്രോ കൺട്രോളർ ആണെന്നുള്ളൊരു ബേസിക് സാധനങ്ങൾ കിട്ടിയല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ D എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ C എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പ്രോസസ്സേഴ്സിക്ക് തിരിച്ചു വരാം. മൈക്രോ പ്രോസസ്സർ ഇപ്പൊ നിങ്ങളെ കാർ ഉണ്ടല്ലോ, ഇപ്പൊ കാറിന് ബാക്ക് എടുക്കുമ്പോ സൗണ്ട് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു സ്വിഫ്റ്റ് കാറിന് ഇപ്പൊ 16 സെൻസർ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെമ്മറി IO ഇന്റർഫേസുകളൊക്കെ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. മെമ്മറി കൂട്ടാം, IO ഇന്റർഫേസുകൾ കൂട്ടാനും കുറക്കാനും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് പെരിഫറൽസ് ക്യാൻ ബി എക്സ്പാൻഡഡ് എന്ന് അതിന് പറയാം. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. റാസ്ബെറി പൈ എന്ന് പറയുന്ന ഒരു സാധനം, ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ CPU ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ അതേപോലെ മൗസ് കണക്ട് ചെയ്യാം. അങ്ങനെ ഇതൊരു CPU ആയിട്ട് ആക്ട് ചെയ്യാം. മെയിൻലി റോബോട്ടിക് പ്രൊജക്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഹോം ഓട്ടോമേഷൻ പ്രൊജക്റ്റിനും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് റൈസൻ പ്രോസസ്സർ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? റൈസൻ പ്രോസസ്സർ എവിടെ കണ്ടിട്ടുള്ളൂ? ഒന്ന് കമന്റ് ചെയ്തേ. റൈസൻ പ്രോസസ്സർ എവിടെ കണ്ടിട്ടുള്ളേ? റൈസൻ എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടേഴ്സ്. കറക്റ്റ്. യെസ്, ഗ്രേറ്റ്. ഗെയിമിംഗ് PC-യിലുണ്ട് അല്ലെ? ഇന്റലിന്റെ പ്രോസസ്സർ പോലെ തന്നെ ഉള്ള പ്രോസസ്സറാണ് റൈസൻ പ്രോസസ്സർ. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യും, മറ്റുള്ള ഡിവൈസിലും യൂസ് ചെയ്യും. പിന്നുള്ളത് ആം പ്രോസസ്സേഴ്സ്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആം എന്നുള്ളത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ, എവിടെയാണ്? ARM, ARM 32, ARM 64 എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടോ? അത് വരുന്നത് മൊബൈൽസിലാണ്, മൊബൈൽ ഫോൺസിലാണ് ARM പ്രോസസ്സേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ചെറിയൊരു തിയറിയും കൂടി ഉണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. അതായത് എന്താണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സർ? മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ALU ഉണ്ടാവും. അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും, ടൈമിംഗ് സർക്യൂട്ട് ഉണ്ടാവും, ഡിഫറെന്റ് ഇൻപുട്ട് സർക്യൂട്ടുകളൊക്കെ ഉണ്ടാവും. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത്
മെമ്മറി ഉണ്ടാവും, പിന്നെ റോം ഉണ്ടാവും, റാം ഉണ്ടാവും, IO ഇന്റർഫേസ് ഉണ്ടാവും, പെരിഫറൽ ഡിവൈസസ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ടാവും. അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അനലോഗ് നിന്ന് ഡിജിറ്റൽ സിഗ്നൽക്ക് മാറ്റാനും ഡിജിറ്റലിൽ നിന്ന് അനലോഗ് സിഗ്നൽക്കൊക്കെ മാറ്റാനുള്ള സർക്യൂട്ടുകൾ ഉണ്ട്. ഓക്കെ, ടൈമർ ഉണ്ടാവും. ഇതൊക്കെയാണ് മൈക്രോ കൺട്രോളറിൽ ഉണ്ടാവുക. പിന്നെ മൈക്രോ പ്രൊസസ്സറിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡാറ്റ മൂവ് ചെയ്യാൻ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വേണം. പക്ഷേ മൈക്രോ കൺട്രോളറിൽ 2 ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൈക്രോ പ്രൊസസ്സറിന് വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 1 or 2 ബിറ്റ് ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതേപോലെ തന്നെ മൈക്രോ പ്രൊസസ്സറിൽ മെമ്മറി IO ഡിവൈസ് ആർ മോർ. ഇതിൽ IO ഡിവൈസസ് മൈക്രോ പ്രൊസസ്സറിൽ മോറാണ്. നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽക്ക് ഇന്റർഫേസ് ചെയ്യുന്ന മറ്റു ഡിവൈസുകളുടെ എണ്ണം കൂട്ടാനും കുറക്കാനും പറ്റും. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ മൈക്രോ കൺട്രോളറിൽ ലെസ് ടൈം ആക്സസ് ടു ബിൽഡ് മെമ്മറി ആൻഡ് IO ഡിവൈസസ്. മൈക്രോ പ്രൊസസ്സറിന് ഒരുപാട് ഹാർഡ്വെയർ വേണം, മൈക്രോ കൺട്രോളറിന് കുറച്ച് ഹാർഡ്വെയർ മതി. പിന്നെ മൈക്രോ പ്രൊസസ്സർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ഡിസൈൻ ആണ്. പിന്നെ അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10% ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, പോയിന്റ് നമ്പർ 1, മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അതാണ് ഈ ആർഡിനോ യുനോ, IoT QC എന്ന നോഡൻസി ഒക്കെ. അതിന് നിങ്ങൾക്ക് അധികം കൂട്ടാനും കുറക്കാനൊന്നും പറ്റൂല. അത് മെമ്മറി, ലിമിറ്റഡ് പെരിഫറൽസ് ഒക്കെയാണ്. ബട്ട് മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഡിസൈനിങ് വളരെ സിമ്പിൾ ആണ്. പിന്നെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് ഈ മൈക്രോ പ്രൊസസ്സർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും എടുത്തത് ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? ഓക്കെ, യെസ്, വെരി ഇമ്പോർട്ടന്റ്. ഈ കൺട്രോളേഴ്സ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇതിനെന്ത് വേണം? ഇത് വർക്ക് ചെയ്യണമെങ്കിൽ പവർ വേണം അല്ലേ? ഒന്നുകിൽ എന്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാം? ബാറ്ററി കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാം. അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യിക്കാം? ഇപ്പൊ നിങ്ങളെ ലാപ്ടോപ്പ് എങ്ങനെ വർക്ക് ചെയ്യണേ? ലാപ്ടോപ്പ് എങ്ങനെ വർക്ക് ചെയ്യണേ? ലാപ്പ് എങ്ങനെ വർക്ക് ചെയ്യണേ? ലാപ്ടോപ്പ് എങ്ങനെ വർക്ക് ചെയ്യണേ? പവർ. ഒരു SMPS ഉണ്ടല്ലേ അതിന്? കറന്റ് ആണ്, പക്ഷെ അതിനൊരു പവർ, ഈ കറന്റ് കൊടുക്കുന്നത് ഒരു SMPS ആണല്ലോ അല്ലെ? ഒരു 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, SMPS അല്ല കേട്ടോ, SMPS ആണ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാ പറയാ. പിന്നെ ഐ റിയലി അപ്രീഷിയേറ്റ് യു ആർ കമന്റിങ് ആൻഡ് റിപ്ലൈയിങ് ഫോർ ദ ക്വസ്റ്റ്യൻസ്. റിയലി അപ്രീഷിയേറ്റ് അനസ്. ബട്ട് എന്താ പറയാ, SMPS ആണ്, കറക്റ്റ് ആണ്, SMPS ആണ്. പക്ഷെ SMPS ആണ് കേട്ടോ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതായത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. SMPS എങ്ങനെയാണ് അതിന്റെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്ക് ബേസിക് ഫണ്ടമെന്റൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനും പറ്റണം. ഈ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിലും റെസ്യൂമിലും വേണം. ഓക്കെ, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ജോബിനും മറ്റുമൊക്കെ ഉപകാരപ്പെടുള്ളൂ. ഓക്കെ, എനി ഹൗ SMPS ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇങ്ങനെ റെഡിമെയ്ഡ് നമുക്ക് SMPS വാങ്ങിക്കാൻ കിട്ടും. 12 വോൾട്ടിന്റെ 12 വോൾട്ട് 20 ആംസ് എന്ന് പറഞ്ഞു കിട്ടും. 12 വോൾട്ട് 5 ആംസ് എന്ന് പറഞ്ഞു കിട്ടും. എത്രയാണോ ലോഡ് വരുന്നത് ആ ലോഡിനനുസരിച്ചിട്ട് ആംസ് മാറും. ഓക്കെ, അപ്പം SMPS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ ഇതിൽ കാണുന്ന ഇതുണ്ടല്ലോ, എന്ത് ഞാൻ ഇതിൽ വരക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. യെസ്, ഇതില്
ഈ SMBS ഉണ്ടല്ലോ, ഈ SMBS ഇപ്പൊ 12 വോൾട്ട് 20 ആംപിയർ ആണ്. ചില ഡിവൈസിന് എനിക്കത് എന്താ പറയാ 6 വോൾട്ടേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 6 വോൾട്ടിന്റെ ഔട്ട് ഇതിൽ നിന്ന് എടുത്തുങ്ങാണ്ട് ഇതിക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പുറത്ത് കണ്ടോ ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വോൾട്ടേജ് നമ്മൾ തിരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് SMBS ഇപ്പൊ നിങ്ങളെ ലാപ്ടോപ്പിന്റെ SMBS എടുത്തിട്ട് അതിന് ഔട്ട് എടുത്തിട്ട് ആ വയർ ബക്കക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെ 12 വോൾട്ട് ആണ്, നിങ്ങൾക്ക് വേണ്ടത് 6 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ബക്കുമ്പോ തിരിച്ചു കഴിഞ്ഞാൽ 6 വോൾട്ടോ 7 വോൾട്ടോ എല്ലാ വോൾട്ടും നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ SMBSന്റെയും അതേപോലെ ബക്ക് കൺവേർട്ടറിന്റെ യൂസ് കേസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മൾ റോബോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ഓട്ടോമേഷൻ ഞാൻ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ പവർ വേണം. അതിനൊന്നെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യും, അല്ലെങ്കിൽ SMBS യൂസ് ചെയ്യും. SMBS ആകുമ്പോൾ പവറിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി ആകുമ്പോൾ പവർ ഇല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ 5 വോൾട്ട് 9 വോൾട്ട് 3 വോൾട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറും ഉണ്ട്, ബക്ക് ബൂസ്റ്റും ഉണ്ട് കേട്ടോ. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ചെയ്യാനാണ് യൂസ് ചെയ്യുക. ബക്ക് ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൂട്ടാനും പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് 12 വോൾട്ടുള്ള ഇൻപുട്ടിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 24 വോൾട്ട് ആക്കാൻ പറ്റും. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് SMBS. SMBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഓപ്പറേറ്റ് ബൈ സ്വിച്ചിങ് ആൻഡ് ഹെൻസ് ദ വോൾട്ടേജസ് വാരീസ് കണ്ടിന്യൂസ്ലി. അതായത് ഒരു സിഗ്നൽ ഉണ്ടല്ലോ, അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട് പാഡ് എടുത്ത് കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. വേർഡില് സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? തോന്നുന്നു ഇതിലേറെ ഒന്നും കൂടി നല്ലത് നമുക്ക് പെയിന്റിൽ ചെയ്യാം. അതായിരിക്കും യെസ്. കുറച്ചുകൂടെ ബോൾഡ് ആക്കല്ലേ? യെസ്. ഇപ്പൊ SMBS നിങ്ങൾക്ക് 12 SMBS ഇപ്പൊ നിങ്ങൾക്ക് 12 വോൾട്ട് ആണ് വരുന്നത് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് 6 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ബക്കിന്റെ ഒരു കൺവേർട്ടർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 6 വോൾട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഇതിനെ 12 വോൾട്ടിന് 24 ആക്കണം എന്നുണ്ടെങ്കിൽ ആ നോബ് നിങ്ങൾ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ 24 വോൾട്ട് ആയിട്ടും കിട്ടും. ഈ ബക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ സർക്യൂട്ട്സിൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് വന്നത്. ഇനി SMBSന്റെ കേസ്. SMBS എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഇത് ഇങ്ങനെ വരക്കില്ല ബെറ്റർ. എനിക്ക് യെസ്,
ഇങ്ങനെയുള്ള ഒരു 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 സിഗ്നൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതൊരു സിഗ്നലാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഇത് SMBS ഒരു സിഗ്നൽ ഉണ്ടാവും. ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് കുറച്ചിട്ടുമാണ് എന്ത് ഉണ്ടാക്കുക, SMBS ഉണ്ടാക്കുക. അപ്പം ഇതിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു SMBSന്റെ സൈസ് കുറക്കാൻ പറ്റും. വലിയ ട്രാൻസ്ഫോമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടത് ഫ്രീക്വൻസി കൂട്ടുന്ന നമുക്ക് ചെറിയ ഡിവൈസുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഡിവൈസസ് മതി. ഓക്കെ, അപ്പം എന്താ പറയാ, SMBS എന്ന് പറയുന്നത് അതാണ് ശരിക്കും പണ്ടത്തെ ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസ് ഉണ്ടാവും. അതിനെങ്ങനെ നമ്മളെ ലാപ്ടോപ്പിന്റെ സൈസ് ഒക്കെ ചെറുതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ് ഇതൊക്കെ. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലാക്കുമ്പോൾ നമുക്ക് അതിൽ ചെറിയ കമ്പോണൻസ് മതി, ചെറിയ ട്രാൻസ്ഫോമർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഒക്കെ വലുത് യൂസ് ചെയ്യുമ്പോൾ സൈസ് കൂടും, വെയിറ്റ് കൂടും. അതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് കൺട്രോൾഡ് ബൈ സ്വിച്ചിങ് ടൈം ഓഫ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ടറി. അപ്പം ഇതിന്റെ പിന്നെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീഡ്ബാക്ക്, അതായത് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇൻപുട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സ്വിച്ചിങ് ടൈം ഈസ് അഡ്ജസ്റ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വരച്ച സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ, ഇതാണ് ഡ്യൂട്ടി സൈക്കിൾ കേട്ടോ. ഈ പറയുന്ന ഒരു പൾസിന് അടുത്ത പൾസിക്ക് വരുന്ന ഇതാണ് ഡ്യൂട്ടി സൈക്കിൾ. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് വെച്ചിങ്ങാണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് എനർജി കൺവേർഷൻ ആൻഡ് റെഗുലേഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ പവർ സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സ്വിച്ചിങ് ആൻഡ് ഓൺ ഓഫ് ദ ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് SMBS എന്നുള്ളത്. കണ്ടിന്യൂസ്ലി ഒരു സ്വിച്ചിനെ ഓൺ ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കൂടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ SMBSനെ ഉണ്ടാക്കാൻ പറ്റും. അത് ആ SMBSന്റെ സൈസ് ഇങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് SMBSന്റെ സൈസ് കുറയുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? അടുത്തത് ബാറ്ററി. ഇപ്പൊ പവർ സപ്ലൈ അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാം അല്ലെ? ക്ലിയർ അല്ലേ? പവർ സപ്ലൈ അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാം. ക്ലിയർ. യെസ്, താങ്ക് യു. ഏതൊക്കെ ടൈപ്പ് ബാറ്ററീസ് ഉണ്ട് ഒന്ന് മെൻഷൻ ചെയ്തേ. സ്ക്രീൻ എന്താ പ്രോബ്ലം അനസ്? ഓക്കെ അല്ലേ? സ്ക്രീൻ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. റെഡിയാണ്? ഓക്കെ. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത് ഏതൊക്കെ ടൈപ്പ് ബാറ്ററീസ് ഉണ്ടെന്ന് പറഞ്ഞേ. ബാറ്ററീസ് നിങ്ങൾ യൂസ് ചെയ്യണ ഏതൊക്കെ ടൈപ്പ്? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഏതൊക്കെ ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്? പ്രൈമറി. ഞാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ലിപ്പോ ബാറ്ററി അറിയില്ലേ? ലിഥിയം പോളിമർ ഒരു കാറ്റഗറിയാണ്. ലിഥിയം ബാറ്ററി. ലിഥിയം തന്നെ, ലിഥിയം പോളിമർ ഒരു കാറ്റഗറിയാണ്. ലിഥിയത്തിൽ തന്നെ വേറെ കാറ്റഗറീസ് ഉണ്ട്. ഹൈഡ്രജൻ ബാറ്ററി ഉണ്ട്, പിന്നെ ലെഡ് ആസിഡ് ഉണ്ട്. യെസ്, ഗ്രേറ്റ്. നിങ്ങൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് കുട്ടികളാണല്ലോ. കാർബൺ സിങ്ക്. ഓക്കെ, ഗ്രേറ്റ്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, സിമ്പിൾ ആയിട്ട് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ട് സാധനം, അതായത് ഒക്കെ ഞാൻ വായിച്ചു കൊള്ളട്ടെ. ഓക്കെ, രണ്ട് സാധനം, അതായത് ഒരു ലെഡ് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു തണുത്ത സാധനവും ഒരു കോൾഡുള്ള സാധനവും. ഓക്കെ, ഇതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ ഇതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ബൾബ് കൊടുക്കുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊരു ഐസാണ് വിചാരിക്കുക. ഇതിവിടെ ഐസ് വെക്കണ്. ഇപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ക്യാൻഡിൽ, ഇതൊരു മെറ്റല്, ഒരു ഇരുമ്പിന്റെ കഷ്ണം, അയൺ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഞാൻ ക്യാൻഡിൽ വെച്ചിട്ട്
കത്തിക്കുകയാണ്. ഇവിടെ ഞാനൊരു ക്യാൻഡിൽ വെച്ചിട്ട് കത്തിക്കാണ് വിചാരിച്ചോളി. ഇത് ഞാൻ മെഴുകുതിരി വെച്ച് ഈ അയണിനെ കത്തിച്ചു. ഇതപ്പോ നല്ല ചൂടായി. ഇതിൽ ഞാനൊരു പ്ലേറ്റിൽ ഐസ് ഇട്ടു. ഇതിന് രണ്ടിന്റെയും ഇടയിൽ നിന്ന് ഞാനൊരു ബൾബ് എടുത്തുകൊണ്ട് ഞാൻ ബൾബ് എടുത്തു. ഓക്കെ, ഇത് ബൾബാണ് കേട്ടോ. ഈ ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. അത്ര ഉള്ളൂ ബാറ്ററി. ഈ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് ബാറ്ററിന്റെ സ്വഭാവം മാറും, അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജ് മാറും. ലിഥിയം അയോൺ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി. പിന്നെ ഒന്നുമില്ല, സൾഫ്യൂരിക് ആസിഡിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽസ് ഇട്ടുങ്ങാണ്ട് അതിൽ നിന്ന് ബൾബ് കൊടുത്താലും കത്തും. ഇത്ര ഉള്ള ഒരു ബാറ്ററി എന്ന് പറയുന്നത് ബേസിക്. ഈ ലിഥിയം അയൺ ഉണ്ട്, ലിഥിയം പോളിമർ ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ബാറ്ററീസ് ഉണ്ട് അല്ലെ. പിന്നെ ഈ 9 വോൾട്ട് ബാറ്ററീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സെൻസേഴ്സ് കൂടി പഠിച്ചിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കുറെ ഇങ്ങനെ എടുത്തു പോയിട്ടും കാര്യമില്ലല്ലോ. വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് പ്രാക്ടിക്കല് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ അല്ലേ? സെൻസേഴ്സ് ഏതൊക്കെയുണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾക്ക് അറിയുന്ന സെൻസേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞേ. ഏതൊക്കെ സെൻസേഴ്സ് ഉണ്ട് ഇപ്പൊ നിങ്ങള് പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെന്റേഷനിൽ യൂസ് ചെയ്യേണ്ട സെൻസേഴ്സിന്റെ ആണ്. നിങ്ങൾക്ക് അറിയുന്ന സെൻസേഴ്സ് ഏതൊക്കെയുണ്ട്? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. സെൻസേഴ്സ് ഏതൊക്കെ? ഗ്യാസ് സെൻസർ, കറക്റ്റ്. ഒരു പേരുണ്ട്, MX11 അങ്ങനെ എന്തോ ആണ് ഗ്യാസ് സെൻസറിന്റെ പേര്. ഗ്യാസ് സെൻസർ, ഗ്യാസ് സെൻസ് ചെയ്യാൻ ഒരു സെൻസർ ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ സെൻസർ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. എന്ത് ഫിസിക്കൽ ചേഞ്ച് ഉള്ള സാധനം ഉണ്ട് അതിനൊക്കെ സെൻസേഴ്സ് കൊടുക്കട്ടോ. ടെമ്പറേച്ചർ പറ്റും, പ്രഷർ ഉണ്ട്, മോഷൻ ഉണ്ട്. യെസ്, ഗ്രേറ്റ്. PIR സെൻസർ ഉണ്ട്, മോഷന്, കറക്റ്റ്. ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചറിന്റെ കൂടി തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി സെൻസർ ഉണ്ട്. യെസ്. IR സെൻസർ ഉണ്ട്, ഗ്രേറ്റ്. ഒരു ക്ലാപ്പ് കൊടുത്തേ റോഷന് എല്ലാരും. ഇനേർഷ്യ നമുക്ക് മെഷർ ചെയ്യാം. ലൈക്ക് എന്താ പറയാ, ഇനേർഷ്യന്റെ പാരാമീറ്റർ എന്താ നമുക്ക് മെഷർ ചെയ്യാന്? സ്പീഡ് മെഷർ ചെയ്യാം. ഓക്കെ, IR സെൻസർ ഉണ്ട്. ഓക്കെ, എനിക്കതാണ്. ഇനിയിപ്പോ സെൻസേഴ്സിന്റെ പേര് പറഞ്ഞോളൂ നിങ്ങള്. പാരാമീറ്റേഴ്സ് പറഞ്ഞു. ഈ സെൻസേഴ്സ് മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് പറഞ്ഞു. ടെമ്പറേച്ചർ, പ്രഷർ, മോഷൻ, ഹ്യൂമിഡിറ്റി പറ്റും, ഹീറ്റ് പറ്റും, ഫയർ പറ്റും, ഗ്യാസ് പറ്റും, ലൈറ്റ് പറ്റും. ഒക്കെ പാരാമീറ്റർ ആണ്. ഇത് യൂസ് ചെയ്യുന്ന ഒരു സെൻസർ ഇപ്പോൾ റോഷൻ പറഞ്ഞു. IR സെൻസർ ഉണ്ട്. പിന്നെ IR സെൻസർ ഉണ്ട്. പിന്നെ ഏതാ? പിന്നെ ഏതാണ്? പറയും, തെറ്റിക്കോട്ടെ. IR ഉണ്ട്. പിന്നെ അൾട്രാസോണിക് സെൻസർ ഉണ്ട്. യെസ്, ഫഹ്മിദ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഒരു ക്ലാപ്പ് കൊടുത്തേ ഫഹ്മിദക്ക്. അൾട്രാസോണിക് സെൻസർ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് അൾട്രാസോണിക് സെൻസർ. ഇതിൽ എന്തൊക്കെ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. ഇപ്പൊ നമ്മളെ ഹൈറ്റ് ഒക്കെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാം, അങ്ങനെ പ്രൊജക്ട് ചെയ്യാം. നമ്മളെ ഹൈറ്റ്, ഒരു വ്യക്തിയുടെ ഹൈറ്റ് ഒക്കെ നമ്മളെ തലന്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിക്സ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ വരുന്ന ആളുകളൊക്കെ ഹൈറ്റ് ഇത് മെഷർ ചെയ്യാം. ഇതിനൊരു ട്രാൻസ്മീറ്ററും റിസീവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അൾട്രാസോണിക് സെൻസർ ആയതുകൊണ്ട് തന്നെ അൾട്രാസൗണ്ട് ആണ് ഇതിന് റിലീസ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസ്മീറ്റർ, ഒന്ന് റിസീവർ ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ പോയിട്ട് ഇതിപ്പം എന്താ പറയാ, അൾട്രാസോണിക് സെൻസറിന്റെ പിന്നെ ട്രാൻസ്മീറ്ററും റിസീവറാണ് വിചാരിക്കുക. ഓക്കെ, ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് യെസ്, ഇത് അൾട്രാസോണിക് സെൻസർ എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് പോയിട്ട് അത് തിരിച്ചു വരുമല്ലോ. ഇത് ട്രാൻസ്മീറ്ററും ഒന്ന് റിസീവറും ആണ് കേട്ടോ. ഒന്ന് ട്രാൻസ്മീറ്റർ TX എന്ന് പറയും, ഒന്ന് റിസീവറും. ഇത് പോയിട്ട് തിരിച്ചു വരുന്ന ടൈം നോക്കിയിട്ടാണ് എന്ത് ചെയ്യണം, അതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അൾട്രാസോണിക് സെൻസറിന് ഒരു സിഗ്നൽ ഇവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ
ഒരു സിഗ്നൽ ഇവിടുന്ന് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ പോയിട്ട് തിരിച്ചു വരുന്നത് എപ്പോഴാണ്, അതിന് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അൾട്രാസോണിക് സെൻസറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ റോഷൻ പറഞ്ഞ പോലെ IR സെൻസർ, ഇതും ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുന്നിലൊരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് IR സെൻസർ. മൂന്നാമത് യൂസ് ചെയ്യുന്ന സെൻസർ എന്തിനാന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? DHT-22 എന്നാണ് അതിന്റെ പേര്. DHT-11 ഉണ്ട്, DHT-22 ഉണ്ട്. DHT സെൻസറിന്റെ പർപ്പസ് എന്താന്നുള്ളത് പറയാൻ പറ്റുമോ? ആ പേര് വെച്ചിട്ട് ആരെങ്കിലും പറയാൻ പറയോ? DHT കമന്റ് ചെയ്യാം. ടെമ്പറേച്ചർ, ഗ്രേറ്റ്, ടെമ്പറേച്ചർ കിട്ടും. പിന്നെ D ഉണ്ട്, H ഉണ്ട്, T ഉണ്ട്. യെസ്, ടെമ്പറേച്ചറും കിട്ടും, ഹ്യൂമിഡിറ്റിയും കിട്ടും. ഗ്രേറ്റ്, യെസ്, ടെമ്പറേച്ചറും കിട്ടും, ഹ്യൂമിഡിറ്റിയും കിട്ടും. അതന്നെയാണ് അതിൽ കിട്ടുക കേട്ടോ. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി അതിൽ കിട്ടും. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കട്ടോ റോഷന്, എല്ലാവരും റിയലി അപ്രീഷിയേറ്റഡ്. ഓക്കെ, അപ്പൊ IR സെൻസർ ഉണ്ട്, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ DHT സെൻസർ ഉണ്ട്. പിന്നെ സൗണ്ട് സെൻസറും ഉണ്ട് കേട്ടോ. സൗണ്ട് സെൻസർ എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫാൻ ആദ്യം ഓൺ ആവണം, പിന്നെ 2 പ്രാവശ്യം ക്ലാപ്പ് ചെയ്താൽ ഫാൻ ഓഫ് ആവണം. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇത് സൗണ്ട് സെൻസർ. പിന്നെ അതേപോലെ നോയ്സ് കൂടുതൽ വരുന്നുണ്ട് ഒരു വണ്ടിയിൽ നിന്നുണ്ടെങ്കിൽ വണ്ടിന്റെ നോയ്സ് മെഷർ ചെയ്യാൻ, മെഷീനറിയിലോ ഇൻഡസ്ട്രിയിലോ നോയ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് വോൾട്ടേജ് സെൻസർ. വോൾട്ടേജ് സെൻസർ നമ്മൾ വീട്ടിൽ ഇപ്പൊ എത്ര വോൾട്ടേജ്, 220 വോൾട്ട് ആണോ, 110 ആണോ, ഇനിയിപ്പം 200 വോൾട്ട് ആണോ വരുന്നതെന്നൊക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വോൾട്ടേജ് സെൻസർ. ഇത്രയും സെൻസേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച അൾട്രാസോണിക് സെൻസറിന്റെ വർക്കിംഗ് ആണ്. ഒരു പൾസ് സിഗ്നൽ ട്രാൻസ്മീറ്ററിൽ ഇങ്ങനെ പോയിട്ട് അത് തിരിച്ചു വരുന്ന ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് വർക്കിംഗ് ഓഫ് ആൻ അൾട്രാസോണിക് സെൻസർ എന്ന് പറയുന്നത്. അൾട്രാസോണിക് സെൻസേഴ്സ് ആർ സെൻഡിങ് ബൈ ഔട്ട് ഓഫ് വേവ് ബൈ ഫ്രീക്വൻസി അബൌവ് ദ റേഞ്ച് ഓഫ് ഹ്യൂമൻ ഹിയറിംഗ്. നിങ്ങൾക്ക് അറിയുണ്ടാവും 20 കിലോഹെർട്സ് ആണല്ലേ ഒരു മനുഷ്യന്റെ കേൾവി ശക്തി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് അൾട്രാസോണിക് സെൻസർ വരുന്നത്. The sensor determines the distance to target by measuring the lapse between the sending and receiving ultrasonic pulse. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ദൂരം നോക്കിയിട്ട് എവിടെയാണ്, എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കണം എന്നുള്ളതൊക്കെ ആ ഒരു സിഗ്നൽ പാസ് ചെയ്ത് തിരിച്ചു വരുന്ന ടൈം, ആ ടൈം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Then wait for sound to be reflected back, calculating distance based on time required. ഓക്കെ, അപ്പം സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസും കൂടെ മെഷർ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. പിന്നുള്ളത് റിലേയും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എടുക്കേണ്ട പോർഷൻസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. റോബോട്ടിന്റെ ഉത്ഭവം, ഏറ്റവും സ്മാളസ്റ്റ് റോബോട്ട്, ഏറ്റവും ഹയസ്റ്റ് റോബോട്ട്, കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആർഡിനോ യൂനോ, അറ്റ്മക 328P കൺട്രോളർ, പിക്ക് കൺട്രോളേഴ്സിന്റെ മൈക്രോ കൺട്രോളേഴ്സ് പറഞ്ഞു. അത് എങ്ങനെ ഒരു PCBക്ക് എംബഡഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. മൈക്രോ പ്രോസസ്സേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. റാസ്ബെറി പൈ, റൈസൻ, ആം പ്രോസസ്സർ. ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഒരു പവർ സപ്ലൈ അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടർ അതെങ്ങനെയൊക്കെ വോൾട്ടേജ് കൂട്ടാൻ കുറക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു. SMPSന്റെ വർക്കിംഗ് പറഞ്ഞു, ബാറ്ററീസ് പറഞ്ഞു, സെൻസേഴ്സ് പറഞ്ഞു, അൾട്രാസോണിക് സെൻസറിന്റെ വർക്കിംഗ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. കുറെ പറഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നില്ല, ഇതാക്കുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ പഠിക്കാനുണ്ട്, റോബോട്ടുകൾ നമ്മൾ സെർവോ മോട്ടോർ പഠിക്കാനുണ്ട്, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് റോബോട്ട്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് റോബോട്ട് ഉണ്ടാക്കും, ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്. ഇത് ഫ്രം ദ സ്ക്രാച്ച് പ്രോഗ്രാം ചെയ്ത് കോഡിങ് ചെയ്ത് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പഠിക്കണം. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, അതേപോലെ തന്നെ ഡ്രോൺസ്, പിന്നെ നമ്മള് റോസ് പഠിക്കും, പിന്നെ അതേപോലെ തന്നെ ലൈൻ ഫോളോവർ റോബോട്ട് പഠിക്കും, പിന്നെ സ്പൈഡർ റോബോട്ട് പഠിക്കും, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്, അത് പഠിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതെങ്ങനെ ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കുക എന്നുള്ളത് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? പിന്നെ അതിന്റെ ഫ്യൂച്ചർ സ്കോപ്പ്, അവാർഡ്സ്, പിന്നെ കോവിഡ് ടൈമിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റോബോട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ റോബോട്ടിക്സിൽ നമ്മൾ കവർ ആകുന്നത്. പിന്നെ IoTയും AI ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിൽ ആരൊക്കെ ഡൗട്ട് ഉള്ളത് മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിച്ചാലും കുഴപ്പമില്ല.
ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ. അനസ്, ദീപക്, യാ ഓക്കെ, അതേഴ്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നാളെ ഉണ്ടാവും ഇതേ ടൈമിൽ തന്നെ ആയിക്കാരം ഓൾമോസ്റ്റ്. നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് മറ്റന്നാളും 27, 28, 29 ഹോളിഡേ ആയിരിക്കും കേട്ടോ. ഹോളിഡേ ആയിരിക്കും 3 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ക്ലാസ് എന്നുള്ളത് നമുക്ക് ഹോളിഡേയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓഫ്ലൈന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇറ്റ്സ് യുവർ ടൈം ടു ക്ലിയർ എനി ഡൗട്ട്സ് ഓർ എനി സജഷൻസ്. ഓക്കെ okay, thank you all, thank you for joining. We value your time, so be updated with new technologies and all. Stay tuned and good night. Thank you all.